നമസ്കാരം. ഇന്ന് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മാങ്കോയുടെ ടാങ്കിൻ്റെ കൂട്ടുതന്നെയുള്ള പൗച്ചിൽ തന്നെ കിട്ടുന്ന മാങ്കോയുടെ അത് ഞാൻ എടുത്തിട്ട് 1 സ്പൂൺ അതെടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് 1 സ്പൂണ്. പിന്നെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും പാലും 1 കവർ പാലും ഞാൻ എടുക്കുന്നുണ്ട്. ഇത്ര എടുത്ത് നമുക്കിനി ഇതൊന്നും ഉണ്ടാക്കാൻ ഭാവിച്ചാലോ. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് വെച്ച് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് അടുപ്പിലോട്ട് ഇതൊന്ന് വെക്കാമല്ലോ. അപ്പം നമുക്ക് ആ അടുപ്പിലോട്ട് അതൊന്ന് വെക്കാം. ആ ഒരു ചരുവത്തിനകത്ത് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കും. നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചു. ഇനി നമുക്ക് അതിനകത്തോട്ട് പാലൊഴിക്കാം. പാല് ഞാൻ ഒരു 1/2 കവർ പാല് അതെടുത്ത് ഞാൻ ഒഴിച്ചു. അപ്പം ഇനി ഇതൊന്ന് കുറുകുന്നിടം വരെ നമുക്കൊന്ന് ഇതാക്കാം. അപ്പം ബ്രെഡൊന്ന് കുറുകണം. ബ്രെഡ് ഞാൻ എല്ലാം കൂടെ ഇട്ടേക്കുന്നത്, അല്ലാതെ ബ്രെഡിൻ്റെ സൈഡൊന്നും പിടിച്ച് കളഞ്ഞില്ല. ബ്രെഡ് മൊത്തവും കൂടെ ഇത് ഇവിടുത്തെ മധുരമുള്ള ബ്രെഡാണ്. അപ്പം ഞാൻ അത് എല്ലാം കൂടെ ഒന്നിച്ചിട്ടേക്കുന്നു. നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് കുറുകട്ടെ. അപ്പം 1 കവർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ശകലവും കൂടെ ഉണ്ട്, അതും കൂടെ ഒഴിക്കും. 1 കവർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്, 1/2 കിലോ പാൽ. അപ്പം അത് നല്ലതായിട്ടൊന്ന് മെൽറ്റാവട്ടെ. നമുക്കതിനകത്തോട്ട് പഞ്ചസാര എടുത്ത് ഞാൻ കോൺഫ്ലവറും പഞ്ചസാരയും ഇതും കൂടെ ചേർക്കുന്നത്, ഈ മാങ്കോയുടെ അതുകൂടെ ചേർക്കും. വേറെ ഒരു സാധനം എടുത്തിട്ടില്ല, 4 കൂട്ടം. അപ്പം നമുക്കിനി അതിനകത്തോട്ട് നമ്മുടെ ഈ മാങ്കോടെ ഇടും. ഇത് ഞാൻ 1 സ്പൂൺ എടുത്തു. പിന്നെ നമുക്ക് നമ്മുടെ കോൺഫ്ലവർ കൂടി ഇടാം. കോൺഫ്ലവർ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും സാധനത്തിന് അത്രയും വേണമെന്നില്ല. നമുക്കൊരു 3/4 പാത്രം എടുക്കാം. ബാക്കി ഞാനെടുത്തങ്ങ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് പഞ്ചസാരയും കൂടി ഇടാം. ഒരു 3 സ്പൂണ് പഞ്ചസാരയും ഇടാം. ഒരു 3 സ്പൂണ് മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരു 3.5 സ്പൂണ് പഞ്ചസാരയും അതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലവറൊക്കെ ഒന്ന് ഇട്ടായിട്ട് ഞാൻ ഒറ്റ കൈക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഓക്കെ. നമുക്കങ്ങ് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. ഗ്യാസ് ഞാനങ്ങ് ഓഫാക്കി. ഇനി ഞാൻ നിങ്ങളെ ഇത് തണുപ്പിക്കുന്നേ കാണാം. നമുക്കിത് ഒരു പാത്രത്തിലോട്ടൊഴിച്ച് ഇത് ഫ്രിഡ്ജിലോട്ടൊരു 1/2 മണിക്കൂർ നമുക്ക് വെക്കാം. വെച്ചിട്ട് അത് കട്ടയായിട്ട് ഇങ്ങനെയൊന്ന് കാണിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഇത് തണുക്കണം. ഞാനിപ്പം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചേക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനതെടുത്ത് അവിടെ ഫ്രിഡ്ജിനകത്തോട്ടൊന്നെടുത്ത് വെക്കാനിരിക്കുക. ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ തണുക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ.